വെൽക്കം ടു ബർണിങ്ങാനം. ഞാനിപ്പോൾ ഉള്ളത് ബർണിങ്ങാനം ചർച്ചിലാട്ടോ. അപ്പം സെയിൻറ്റ് അൽഫോൻസയുടെ ടൂമൊക്കെ കാണാൻ വന്നതാണേ. ഇതാണ് നൈറ്റ് വ്യൂ കേട്ടോ. സെയിൻറ്റ് അൽഫോൻസയുടെ നൈറ്റ് വന്നാലും നല്ല തിരക്കും ഒക്കെയാണ്. അപ്പം എൻ്റെ കസിൻ റെന്നിയുണ്ട്, റെന്നിയുടെ കൂടെയാണ് വന്നത്. വീണ്ടും റെന്നി ദേ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാവേ. സെയിൻറ്റ് അൽഫോൻസമ്മയുടെ ചേർച്ചിൽ ഇത് ചെറിയൊരു വ്ലോഗായിരിക്കും കേട്ടോ. നമ്മൾ ജസ്റ്റ് നൈറ്റ് ഡ്രൈവ് ടു സെയിൻറ്റ് അൽഫോൻസ ചേർച്ച്. അപ്പം നോക്കാം, നമുക്ക് ടൂമിലോട്ട് കയറി പോവാണേ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ടൂമിലോട്ടുള്ള എൻട്രൻസ്. ഇവിടെയാണ് കേട്ടോ നമുക്ക് തിരി കത്തിക്കണമെങ്കിൽ കത്തിക്കാവേ. ഈ ടൂമിൻ്റെ സൈഡിലാണ് നമുക്കിങ്ങനെ തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കാവേ. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ ചൂട് ഒന്നും ഇല്ലായിരുന്നേ. പിന്നെ അധികം ആൾക്കാരും ഇല്ലായിരുന്നു കേട്ടോ. ഓരോ ബസ്സിലെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ചിട്ടിങ്ങ് പോകുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ല. അതാണ് കേട്ടോ സെയിൻറ്റ് അൽഫോൻസയുടെ ടൂം. സോ ബാക്ക് സൈഡിൽ ഇങ്ങനെ വരുമ്പം നമുക്ക് ഇവിടെ ഗ്രോട്ടോ ഉണ്ട് കേട്ടോ. ജീസസിൻ്റെ ഗ്രോട്ടോ അടിയിൽ ഇവിടെ കുറേ മീൻ വളർത്തുന്നുണ്ട്. കുറേ മീനുണ്ട് കേട്ടോ, വലിയ വലിയ മീനുകളുണ്ട്. രാത്രിയാണ് നമുക്ക് അത്രയും ക്ലാരിറ്റി ഇല്ല കേട്ടോ, മീൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് കാണാം, ചെറിയ ചെറിയ മീനിങ്ങനെ കാണാം. ഹേ ബഡീസ്, ഹലോ. അപ്പോൾ ഗൈസ്, അത് കാണാനൊരു പള്ളിയാണ്, അൽഫോൻസയുടെ പള്ളിയാണ്. അവിടെയാണ് ചേർച്ച് ഈസ് ദേ. ആൻഡ് ഇഫ് യു ടേൺ അറൗണ്ട് ദ ടൂം ഈസ് ഹിയർ. ഓക്കെ, ഒരു 500 മീറ്റേഴ്സ് കാണുമേ പള്ളിയിലോട്ട്. ചേർച്ച് അവിടെയാണ് കേട്ടോ. നമ്മൾ ടൂമിന്ന് ഖബറെടുത്ത് നമ്മൾ എങ്ങോട്ട് പോവുക? പള്ളിയിലോട്ട് പോവുകയാണേ. അപ്പം പള്ളി എങ്ങനെയുണ്ട് നമുക്ക് കാണാം കേട്ടോ. നേരത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലോട്ട് കേട്ടോ, സെയിൻറ്റ് അൽഫോൻസയുടെ പള്ളിയിൽ നിന്ന്. പക്ഷെ വന്നത് ആദ്യമായിട്ട് ഇവിടെ കയറണേ. അൽഫോൻസ പള്ളി, നമ്മൾ പള്ളിയിലോട്ട് പോവാട്ടോ. ടൂമിന് രാത്രിയിൽ ഓപ്പൺ ആണോന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാവേ. അവിടെയാട്ടോ ടൂം. നൈറ്റ് വ്യൂ ആണേ, നൈറ്റ് വ്യൂ ആട്ടോ. കുറേ പേര് വന്നിട്ടുണ്ട് വിസിറ്റ് ചെയ്യാൻ സെയിൻറ്റ് അൽഫോൻസ പള്ളിയിലും ടൂമിലും ഒക്കെ. ബസ്സിലാണ് ആൾക്കാരൊക്കെ വരുന്നത്.
ഇതാണ് കേട്ടോ നമ്മുടെ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം. അതിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ കുറേ ബസ് സ്റ്റോപ്പും പിന്നെ മീനച്ചിൽ ആറൊക്കെ ഉള്ളത്. ഇതാണ് മീനച്ചിൽ റിവർ കേട്ടോ. നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന റിവറാണ് മീനച്ചിൽ ആറ്. പിന്നെ എന്താ പറയുക, എന്നും കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നമ്മൾ എപ്പോൾ പാലായ്ക്ക് പോയാലും കാണുന്ന കാഴ്ചയാണ് ഇത്. പക്ഷേ നൈറ്റ് കാണുന്നത് ഭംഗിയുണ്ടെന്ന് മാത്രം. ഇതാണ് പാലയിലെ ബസ് സ്റ്റോപ്പാണേ, മെയിൻ ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി കേട്ടോ. പിന്നെ ഇവിടെ ആണ് റിലയൻസ് സ്മാർട്ട് ബസാറും ഞങ്ങളെപ്പോഴും വരുന്നതാണ് ഇവിടെ. പിന്നെ ഇവിടെ പൂത്തിയേട്ട് സിനിമാസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മൂവീസ് കാണാൻ വരുന്നതാണേ. നൈറ്റ് പോയപ്പം കുറേ തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇതാണ് സെൻറ്റ് തോമസ് കോളേജ് കേട്ടോ, പാലയിലുള്ളത് ഫേമസ് കോളേജാണ് കേട്ടോ. പിന്നെ ഒരു 100 മീറ്റേഴ്സൊക്കെ മാറി കഴിയുമ്പോഴാണ് സെയിൻറ്റ് അൽഫോൻസയുടെ കോളേജൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പാലായിലെ അഭിമാനമായ പാലാ കുരിശുപള്ളി കേട്ടോ. എന്ത് ഹൈറ്റ് അല്ലേ കുരിശുപള്ളിക്ക്. നമ്മുടെ പാലായിലെ സെൻറ്ററിൽ ഇങ്ങനെ ചമഞ്ഞ് നിൽക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ. സ്പെഷ്യലി നമ്മൾ നൈറ്റ് കാണുമ്പം ഈ പള്ളിക്ക് ഒരു പ്രത്യേക ഭംഗിയാണേ. അതിൻ്റെ ആ കളറും അതിൻ്റെ സൈഡിലുള്ള ലൈറ്റും പറയാതിരിക്കാതെ വയ്യ. നമുക്കെന്നാൽ കയറി പ്രാർത്ഥിച്ചേക്കാം, ഇവിടെ വരെ വന്നതല്ലേ. ഈ പള്ളി പാലാ ടൗണിലുള്ള വേറൊരു പള്ളിയാണേ. അപ്പോൾ ഈ പള്ളിക്ക് കഥ പറയാനുണ്ട് കേട്ടോ. നമ്മൾ എപ്പോൾ നാട്ടിൽ വന്നാലും അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് വരുന്ന പള്ളിയായിരുന്നു ഇവിടെ കേട്ടോ. കാരണം എൻ്റെ അച്ഛൻ വിശ്വസിക്കുന്നേ, എൻ്റെ അച്ഛൻ 10th പാസ്സായി ഈ പള്ളി പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛന് ഭയങ്കര വിശ്വാസം കേട്ടോ. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.